അതിരാവിലെ എണീറ്റ് ഈ ഒരു വ്യായാമം ചെയ്യുന്നത് ശരീരത്തിന് ഉന്മേഷം കിട്ടാനാണ്. ഈ ഒരു വ്യായാമം ശരീരത്തിൻ്റെ ബാലൻസ് നോക്കുന്ന ഒരു വ്യായാമമാണ്. അതായത് വലത് കാല് താഴെ ഉറച്ചു നിർത്തിക്കൊണ്ട് ഇടത് കാൽ വശങ്ങളിലേക്ക് മടക്കി ഉയർത്തി താഴ്ത്തി ശരീരത്തിൻ്റെ ബാലൻസ് നോക്കുന്ന ഒരു വ്യായാമമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വ്യായാമത്തിലൂടെ നമ്മൾ നല്ല രീതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് ഇയറിംഗ് ബാലൻസിൻ്റെ പ്രശ്നമില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇടയ്ക്ക് ഇതുപോലെ നമുക്കിപ്പോൾ കുറേ അധിക ദൂരം ഓടുന്നത് ഒഴിവാക്കാം. നമുക്ക് ഒത്തിരി ഓടാനൊന്നും പറ്റത്തില്ല, ചിലപ്പം വീട് വിട്ട് ഗേറ്റ് വിട്ട് പുറത്തു പോകാനൊന്നും നമുക്ക് സാധിക്കത്തില്ല. അപ്പം ഓട്ടം ഒരു നല്ലതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ ഫുൾ ബോഡി സ്ട്രെച്ചിങ് കൊടുത്തുകൊണ്ട് നമുക്കിങ്ങനെ ഓടാം. ഈ ഓട്ടത്തിലൂടെ നമ്മുടെ ഫുൾ ബോഡിയിലെ ഓട്ടം നടക്കുകയാണ്. അതിലൂടെ നമുക്ക് നല്ല ഊർജ പ്രവാഹം നമ്മുടെ ശരീരത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ഇടത് കാല് അമർത്തി കുത്തി വലത് കാല് പൊക്കുക, വലത് കാല് ഉയർത്തി കുത്തി ഇടത് കാല് അങ്ങനെ ചെയ്യുമ്പോൾ ഈ നെക്ക് ഭാഗം കൂടി നമ്മളിങ്ങനെ ചരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ നെക്കിനും കൂടി ഒരേപോലെ വ്യായാമം കിട്ടുകയാണ്. ഇത് നിങ്ങൾക്കൊരു 20 പ്രാവശ്യമൊക്കെ ടോട്ടലി ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തന്നെ നമുക്കത് ചെയ്ത് നോക്കിയെങ്കിൽ മാത്രമാണ് സിമ്പിളായിട്ട് എത്ര തടിയുള്ളവർക്കും തടി അഥവാ കുറഞ്ഞവർക്കും കാലെടുക്കാൻ മേല വേദനയാണെന്ന് പറയുന്നവർക്കൊക്കെ ചെയ്യാവുന്ന ഒരു വ്യായാമമാണ്. ഇത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഠിനമായ മുട്ടുവേദനയുള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ഒരു വ്യായാമമുണ്ടോ എന്ന്. ഇത് കഠിനമായ മുട്ടുവേദനയുള്ളവർക്ക് ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിൽ നേരെ മുകളിലേക്ക് പോയിട്ട് താഴേക്ക് വന്ന് ഇരിക്കാനൊന്നും പ്രയാസമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് നിങ്ങളുടെ മുട്ടുവേദന കൂടുതൽ അധികരിക്കത്തേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ ഒരു ചെയർ ഇട്ടിട്ട് ഇതേ പൊസിഷനിൽ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വ്യായാമം ചെയ്യുകയാണെങ്കിൽ കഠിനമായ മുട്ടുവേദനയുള്ളവർക്ക് മുട്ടിന് എക്സസൈസ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വേദന കുറയുകയും ചെയ്യും. മുട്ടിന് തേയ്മാനമുണ്ട് എന്നൊക്കെ പറയുന്നവർക്ക് അവിടെ ആ ഒരു തേയ്മാനത്തിൻ്റെ പ്രശ്നങ്ങൾ മാറി മുട്ടുവേദന മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ തേയ്മാനത്തിനായിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ഭക്ഷണ രീതികളുണ്ട്. ആ ഭക്ഷണം കൂടി കഴിക്കുമ്പോഴാണ് ആ തേയ്മാനത്തിന് എന്താണ് അവിടെ കുറഞ്ഞത് എന്ന് കണ്ടുപിടിച്ചിട്ട് അതിനുള്ളത് കഴിക്കുകയാണ് വേണ്ടത്. അതും കൂടി കഴിച്ചിട്ട് ഈ ഒരു വ്യായാമം ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് അതിൽ നിന്ന് നമുക്ക് ആ വേദനയിൽ നിന്ന് റിക്കവർ ചെയ്യാൻ സാധിക്കുക. ഇപ്പം നമ്മൾ കൊടുക്കുന്നത് കൈക്കാണ് കൂടുതൽ ബലം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മുട്ടിന് വളരെ ചെറിയ രീതിയിലാണ് ബലം കൊടുക്കുന്നത്. അപ്പോൾ തന്നെ പെട്ടെന്ന് മുട്ടുവേദന മാറും. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ ദിവസവും നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുട്ടുവേദനയും ശരീരത്തിലുണ്ടാകുന്ന വേദനകളൊക്കെ മാറിക്കിട്ടും. നമ്മൾ മരുന്ന് മേടിക്കാനായിട്ട് അല്ലെങ്കിൽ രോഗങ്ങൾ വരുമ്പോൾ ഹോസ്പിറ്റലിൽ പോയി നിൽക്കാനും അവിടെ വെയിറ്റ് ചെയ്ത് കാത്തിരിക്കാനും ഒക്കെ നമുക്ക് നേരമുണ്ട്. പക്ഷേ നമ്മൾക്ക് സ്വന്തമായിട്ട് 5-10 മിനിറ്റ് നമ്മുടെ വീട്ടിൽ വ്യായാമം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. എല്ലാവർക്കും മടിയാണ്, ജോലിയാണ്, വീട്ടിൽ തിരക്കാണ്. പക്ഷേ ബുക്ക് ചെയ്ത് ഡോക്ടറെ പോയി കണ്ട് അവിടുന്ന് മെഡിസിൻ എടുക്കാൻ ക്യൂ നിന്ന് ഡോക്ടറെ കാണാൻ ക്യൂ നിന്ന് അങ്ങനെ കുറേ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ സമയം ചെലവഴിക്കും. എന്നാൽ നമ്മുടെ സ്വന്തം ശരീരത്തെ സ്നേഹിച്ചുകൊണ്ട് ഒരു 5-10 മിനിറ്റ് വ്യായാമം ചെയ്യുകയാണെങ്കിൽ നമുക്ക് രോഗങ്ങൾ വരില്ല, നമ്മുടെ കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും, ധനനഷ്ടമുണ്ടാകില്ല. പ്രധാനമായി പറയാനുള്ളതാണ്, നമ്മൾ ധനനഷ്ടം മാത്രമല്ല നമുക്കുണ്ടാകുന്ന ദേഹ അസ്വസ്ഥതകൾ നമ്മുടെ ചുറ്റും നിൽക്കുന്നവർക്കും പിന്നീട് മടുപ്പായി തുടങ്ങും. നമ്മൾ രോഗി, എപ്പോൾ നോക്കിയാലും രോഗം, എപ്പോൾ നോക്കിയാലും അവിടെ വേദന ഇവിടെ വേദന, ബാക്കിയുള്ളവർക്കൊരു വേദനയില്ലല്ലോ എന്നൊക്കെയുള്ള കുത്തുവാക്കുകൾ. എന്തിനിങ്ങനെ? അത് കേൾക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ? നമ്മളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്ന ആരോഗ്യത്തെ വീണ്ടെടുക്കാൻ നമുക്ക് ഈ വ്യായാമത്തിലൂടെ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നവരെല്ലാവരും തന്നെ അതിരാവിലെ വീഡിയോ കാണുക, ഇതൊന്ന് ഷെയർ